ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു PR-ൻ്റെ കാര്യങ്ങൾ അല്ലേ. PR ഏറ്റവും കൂടുതൽ അനുമോളിനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് വന്നത്. നമുക്കറിയാം ടോപ്പ് 6 കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഷാനവാസ്, അനീഷ്, അനുമോൾ, നൂറ, അക്ബർ, നെവിൻ. യെസ്റ്റർഡേ അതിൽ ഔട്ടായിപ്പോയി. അത് വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ്. നമുക്കറിയാം അതിൽ ഔട്ടാകുമെന്ന്. അത്രത്തോളം അഹങ്കാരമാണ് അവിടെ ബിഗ് ബോസ് വീട്ടിൽ കാണിച്ചു കൂട്ടിയത്. ഓന്ത് എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ നമ്മൾ കുറഞ്ഞു പോവും, ആ പറച്ചിൽ കുറഞ്ഞു പോവും. വിഷം അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട്. കട്ടപ്പ നമ്പർ 1 ആദിലയാണെങ്കിൽ കട്ടപ്പ നമ്പർ 2 ശൈത്യ വരുന്നുള്ളൂ. അത്രയ്ക്കും കട്ടപ്പാണ് ഈ ആദില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ നിലവിൽ നമുക്കറിയാം അനുമോളിന് PR ഉണ്ട്. എന്നാൽ സൈഡായിട്ട് അനുമോളെക്കാട്ടിലും PR ഉള്ളത് എന്ന് പറയുന്നത് അനീഷിനാണ്. ഔട്ട് ഓഫ് സ്റ്റേറ്റ്സ് PRകൾ നടക്കുന്നുണ്ട്, മാഹിയിലും ഒക്കെ ആയിട്ട് PRകൾ ഇഷ്ടം പോലെ PR നടക്കുന്നുണ്ട്. കാശ് കൊടുത്ത് തന്നെയുള്ള PRകൾ നടക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ പുതിയ തന്ത്രം എന്ന് വെച്ചാൽ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ഫാൻസുകളെ കൊണ്ട് അനീഷിന് വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ തന്ത്രം അവർ മെനഞ്ഞേക്കുന്നത്. കാരണം കമൻസിലൊക്കെ വരുന്ന നമ്മുടെ ലൈവിൽ വരുന്ന കമൻസും വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻസും ഒക്കെ ഇപ്പോൾ ഇങ്ങനെയാണ്: ഷാനവാസ് എന്തായാലും വിന്നർ ആവില്ല, ഷാനവാസ് 3-ാം സ്ഥാനത്താണ്, അതുകൊണ്ട് ഷാനവാസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉറ്റ സുഹൃത്തായ അനീഷിന് എല്ലാവരും വോട്ട് ചെയ്യിപ്പിക്കുക. അനുമോളിനെ ഷാനവാസിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ആരും അനുമോളിന് വോട്ട് കൊടുക്കരുത്. PRകളെ നമുക്ക് എങ്ങനെയും തോൽപ്പിക്കണം, അതിന് അനീഷിനെ ജയിപ്പിക്കുക. ഇതാണ് സംഭവമായിട്ട് വരുന്ന കമൻസ്. സത്യം പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അനീഷിനോട്, സത്യം പറഞ്ഞാൽ ഇത് അനീഷല്ല ചെയ്യുന്നത്, അനീഷിൻ്റെ PR ടീംസാണ് ചെയ്യുന്നത്. അനീഷിനോട് ഒരു ദേഷ്യവും ഒക്കെയാണ് നമുക്ക് വരുന്നത്. നമുക്കറിയാം ഈ പ്രാവശ്യത്തെ വിന്നിങ് അല്ലെങ്കിൽ ഒരു വിന്നർ ആവുന്നത് ചിലപ്പോൾ PRകളുടെ കളികളുള്ള ആളാവാതിരിക്കാം, ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടാവാം. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും വോട്ട് സ്പ്ലിറ്റ് ചെയ്യരുത്. നിങ്ങൾ മാക്സിമം അൺഒഫീഷ്യൽ വോട്ടോ പോളോ ഒന്നും ചെയ്യണം എന്നില്ല, നിങ്ങൾ മാക്സിമം ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ആരുടെ വാക്കുകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ പോസ്റ്റുകൾ കണ്ടിട്ടോ ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കമൻസ് കണ്ടിട്ടോ ഒന്നും നിങ്ങൾ വോട്ട് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടം ഷാനവാസിനെയാണ് എങ്കിൽ ഷാനവാസിന് തന്നെ വോട്ട് കൊടുക്കുക. അല്ലാതെ ഷാനവാസിൻ്റെ ഒറ്റ സുഹൃത്ത് ജയിച്ചാൽ ഷാനവാസിന് ജയിച്ചതുപോലെയാണെന്നുള്ള കമൻസിലൊന്നും പോയി വീഴാതിരിക്കുക. നമുക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്, നമുക്ക് ഇനിയും പ്രതീക്ഷ വെക്കാം. നാളെയും കൂടെ ഉണ്ട് വോട്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇനിയും പ്രതീക്ഷ വെക്കാം. ഷാനവാസ് ജയിക്കാൻ അർഹനാണ് എങ്കിൽ, അർഹൻ എന്നല്ല, ഷാനവാസ് ജയിക്കാൻ അർഹനാണ്, അതിനൊരു സംഭവം ഷാനവാസിനുണ്ട്. പക്ഷേ ഈ PRകളുടെ കളികൾ കാരണം ഷാനവാസിന് 3-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ ആയി പോയേക്കാം. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ എന്നും ഷാനവാസ് ഒരു വിന്നറാണ്, അതെനിക്ക് ഉറപ്പാണ്. കാരണം ഷാനവാസ് എന്ന് പറയുന്ന ഒരു ജെനുവിനായിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ അവിടെ നിന്നിട്ടുള്ളത്. ഷാനവാസിൻ്റെ കയ്യിൽ നിന്നും തെറ്റുകൾ വന്നിട്ടുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തെറ്റ് വന്നിട്ടുള്ളത് ഷാനവാസ് ആദിലയും നൂറിനെ സപ്പോർട്ട് ചെയ്ത ആ നിമിഷം തൊട്ടാണ്. ഷാനവാസിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഷാനവാസിന് തന്നെ ലാസ്റ്റ് അത് മനസ്സിലാവും. ഇറങ്ങിക്കഴിഞ്ഞ എപ്പിസോഡുകൾ കാണുമ്പോഴും ഷാനവാസിൻ്റെ പുറകിൽ നിന്ന് കുത്തുന്നതും, ഈവൻ ആദില ഇറങ്ങിയപ്പോൾ തന്നെ ഡ്രാമ കിങ് ആരാന്ന് ചോദിച്ചപ്പോൾ ഷാനവാസിൻ്റെ പേര് പറഞ്ഞതും, അപ്പോൾ അവരോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹവും ഒക്കെയാണ് അവരവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതൊക്കെ പോകട്ടെ, അസൈഡ് അതെല്ലാം നമ്മൾ അസൈഡ് വെക്കുക. നമുക്ക് നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് വെച്ചാൽ ഷാനവാസിനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ മെയിൻലി ഈ വീഡിയോ ചെയ്യാൻ റീസൺ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കമൻസ് കാണുമ്പോൾ മാനിപ്പുലേറ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ്. പുതിയ തന്ത്രങ്ങൾ PR ടീംസ് മെനയാം. അവർക്ക് ഒരുപാട് കുതന്ത്രങ്ങൾ കാര്യങ്ങളും എന്താണ്, അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെ പോകുന്ന ആൾക്കാരാണ് ഈ PR ടീംസ്. കാരണം അവർക്ക് കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാശ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാശിന് ജോലി ചെയ്യുന്നവരാണ്. അപ്പം അവർ ഏത് തന്ത്രം വേണമെങ്കിലും സാധാരണ ജനങ്ങളെ ഒക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. കാരണം ഷാനവാസിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് സാധാരണക്കാരാണ്, സാധാരണ ജനങ്ങളാണ്, അല്ലാതെ കാശ് കൊടുത്തിട്ടുണ്ടാക്കിയ ആൾക്കാരല്ല. അതുകൊണ്ട് അവർ ഈ കമൻസ് കാണുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം, ശരിയാണ്, അനുമോൾ തോക്കണം, അനുമോളുടെ PR വർക്ക് കാരണം അനുമോൾ ഒരിക്കലും ഇനിയും ജയിക്കരുത്, അതുകൊണ്ട് ഷാനവാസിൻ്റെ ഫാൻസ് എല്ലാം അല്ലെങ്കിൽ ഷാനവാസിന് വോട്ട് കൊടുക്കുന്നതിന് പകരം അനീഷിന് വോട്ട് കൊടുക്കാം. ഈസിലി മാനിപ്പുലേറ്റ് ആവും. സോ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ: ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ മാനിപ്പുലേറ്റ് ആവരുത്. ഷാനവാസിന് വോട്ട് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഷാനവാസിന് തന്നെ ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് കൊടുക്കുക. ഇപ്പോഴും ഞാൻ പറഞ്ഞു, പോളോ അൺഒഫീഷ്യലോ ഒന്നും നിങ്ങൾ നോക്കണ്ട, ഒന്നും ചെയ്യണം എന്ന് പറയുന്നില്ല. പക്ഷേ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും ഷാനവാസ് വിന്നർ ആകുമോ ഇല്ലയോ എന്നുള്ളത്. മാക്സിമം ശ്രമിച്ചാൽ നമുക്ക് ഷാനവാസിനെ വിന്നറാക്കി എടുക്കാൻ പറ്റും. സോ ബെറ്റർ ഡു ആസ് മെനി ആസ് വോട്ട്സ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. അതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ്, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഇതെല്ലാം കൂടി ചേർത്ത് കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് നമ്മളൊക്കെ എന്ന് പറയുന്നത് ട്രൂ ഫാൻസാണ്. നമുക്ക് ഒരിക്കലും ഒരു പൈസയോ ആരുടെ ഭാഗത്തൊന്നും കിട്ടിയിട്ടില്ല. ഷാനവാസിന് അത്രയും പൈസ ഉണ്ട് എങ്കിൽ പുള്ളിക്കാരൻ്റെ വീട് പണിഞ്ഞേനെ. നമുക്കറിയാം
ഇതിപ്പം സഹതാപ വോട്ട് കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു ഫാക്റ്റ് പറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരും സേഫായിട്ട് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.